യത്ര യോഗേശ്വര കൃഷ്ണോ തത്ര പാർത്ഥോ ധനുർധരഃ തത്ര ശ്രീ വിജയോ ഭൂതിർ ധ്രുവാ നീതിർ മതിർ മമഃ. ഇങ്ങോട്ട് ചൊല്ലിക്കോളൂ, ചൊല്ലുകയാണെങ്കിൽ ഒരു സുഖമല്ല കേൾക്കാൻ. യത്ര യോഗേശ്വര കൃഷ്ണോ യത്ര പാർത്ഥോ ധനുർധരഃ തത്ര ശ്രീർവിജയോ ഭൂതിർ ധ്രുവാ നീതിർ മമഃ. എനിക്ക് തോന്നുന്നു ഇത് കേൾക്കുമ്പോ ആ ശ്ലോകവും കൂടി ഒന്ന് കയ്യിലെടുത്തു കഴിഞ്ഞാല് വളരെ എളുപ്പം. ഒന്നാമത്തെ ശ്ലോകം ചോദ്യം ചോദിച്ചു, അതിനു മുമ്പ് കുറച്ച് സഞ്ജയൻ ഉത്തരമൊക്കെ പറയുന്നുണ്ട് കേട്ടോ, പക്ഷെ അത് ക്രക്സ് അല്ല. ഞാൻ ആ ക്രക്സിലാ പോകുന്നത്. അപ്പൊ 2 ശ്ലോകത്തിൽ എനിക്ക് ഭഗവത്ഗീത തീർക്കാം. 1 ക്വസ്റ്റ്യൻ 1 ആൻസർ, ഭഗവത്ഗീത ഫിനിഷ്ഡ് എന്ന് ഞാൻ പറയാം. ഇങ്ങനെയൊക്കെയാണ് ചെറിയ കുട്ടികൾക്ക് ക്യാപ്സ്യൂലായിട്ട് നമ്മൾ പറഞ്ഞു കൊടുക്കുക. അവർക്ക് വേറെ ഒരു ഫിലോസഫിയും ഇതിന്റെ വേദാന്തവും ഭക്തിയും കർമ്മവും ഒന്നും ആവശ്യമില്ല. നേരെ ഒരു ചോദ്യം ഒരു ഉത്തരം. കാരണം ചോദ്യം ചോദിച്ചിട്ട് ഉത്തരം കിട്ടിയില്ലെങ്കിൽ കൺഫ്യൂഷൻ ആണ് പിള്ളേർക്ക്. ഉടനെ ഉത്തരം കിട്ടണം. ആ ഉത്തരവും കുറച്ച് നീണ്ടിട്ടൊക്കെയാ പറയാം. ഇത് എല്ലാം ഇങ്ങനെ ആയിരുന്നോ ഭഗവത്ഗീത എഴുതിയ കാലത്തെന്ന് ചോദിച്ചാൽ ചിലപ്പോൾ ഉത്തരം ഉണ്ടാവില്ല കേട്ടോ. നമുക്ക് അത് പിന്നെ എക്സ്പാൻഡ് ചെയ്തിട്ടൊക്കെ പോയിട്ട് കുറെ പലർത്ത് റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട്. ചിലതിൽ സുഖമുണ്ട്, ചിലത് സുഖമില്ല, എല്ലാ ശ്ലോകത്തിലും അതേ പ്രാധാന്യം ഉണ്ടോ എന്നൊക്കെ ചോദിച്ചാൽ ചിലപ്പോൾ ഉണ്ടാവില്ല. കാരണം പലരും കൂട്ടിയിട്ടാണ് ജയം അവസാനം മഹാഭാരതമായത്. ആദ്യം തുടങ്ങിയ കാലത്ത് ലക്ഷക്കണക്കിന് ശ്ലോകങ്ങൾ ഉണ്ടായിരുന്നു എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് തന്നെയാണ് ഉത്തരം. അത് പിന്നെ എക്സ്പാൻഡ് ചെയ്തു എന്നാണ് റിസർച്ചുകാർ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഇതിനകത്ത് ഉത്തരം പറഞ്ഞത് എത്ര യോഗേശ്വര കൃഷ്ണോ, യോഗേശ്വരനായ കൃഷ്ണൻ. അത് ആരാ പറയണമെന്ന് ആലോചിച്ച് നോക്കണം. ശത്രുപക്ഷത്തിരിക്കുന്നവരാണ്. ഇത് കേൾക്കുന്നവരാരാന്ന് ആലോചിച്ച് നോക്കണം. ശത്രുവായിട്ട് ആകെ ടെൻഷൻ അടിച്ചിട്ടിരിക്കുകയാണ്, എന്റെ മോ കാഞ്ഞു പോകുമെന്ന് വിചാരിച്ചിട്ട്. അപ്പോഴാണ് പറയുന്നത് ആ ഭാഗത്ത് യോഗേശ്വരനായ കൃഷ്ണനാണ്, വില്ലാളി വീരനായ അർജുനാണെന്നാണ്. എത്ര പാർത്ഥോ ധനുർധര, ഇതിനേക്കാളും ധനുർധാരിയായിട്ട് ഒരാളുമില്ല. ധനുർധാരിയായ പാർത്ഥൻ. ടെൻഷൻ അടിക്കാൻ പിന്നെ വല്ലതും വേണോ? അന്ന് ഹാർട്ട് അറ്റാക്ക് അന്ന് ഉണ്ടായിരുന്നില്ല തോന്നുന്നു. ഉണ്ടെങ്കിൽ ആ സമയത്ത് നേരെ ആംബുലൻസ് വിളിച്ചിട്ട് ICU കിടത്തൊക്കെ വന്നിട്ടുണ്ടാവും. പിന്നെ ICU എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് പോയിട്ടുണ്ടാവും. അപ്പൊ തന്നെ എത്ര യോഗേശ്വര കൃഷ്ണോ എത്ര പാർത്ഥോ ധനുർധര തത്ര ശ്രീ, അവിടെയാണ് എന്തുണ്ടാവുക? ശ്രീ ഉണ്ടാവുക. ആ ശ്രീ തന്നെയാണ് ശ്രീ ഭഗവത്ഗീതയിലെ ശ്രീമദ് ഭഗവത്ഗീത. ആ ശ്രീ എന്ന് പറയുന്നത്, ആ അഭിവൃദ്ധി എന്ന് പറയുന്നത്, ആ ജയം, ആ ഐശ്വര്യം എന്ന് പറയുന്നത് വിജയോ ഭൂതി ധ്രുവ നിതിർ മതിർ മമഃ. കൃത്യമായിട്ട് അതിനുത്തരം പറഞ്ഞു. അവിടെയാണ് ജയം ഉണ്ടാവുക, അവിടെയാണ് നീതി ഉണ്ടാവുക. നിശ്ചയമായിട്ടും എന്റെ അഭിപ്രായം മതിർ മമഃ, എന്റെ അഭിപ്രായമാണ്. അത് വളരെ ബയാസ്ഡ് അല്ല. ഇന്നത്തെ പ്രസ്സുകാർ ചെയ്യുന്നത് പോലെ രാജാക്കന്മാരെ പ്രീണിപ്പെടുത്താൻ വേണ്ടിയിട്ടൊന്നും നടന്നിട്ടില്ല. ഞാൻ എന്റെ ഡ്രൈവറുടെ പണി പോയാലും എനിക്ക് കുഴപ്പമൊന്നുമില്ല. ഞാൻ പറയാനുള്ളത് നേരിട്ട് പറയാണ്. നിങ്ങൾ ചോദിച്ചതിന് ഉത്തരം ഞാൻ പറഞ്ഞു. ഇനി വേണമെങ്കിൽ ഇപ്പൊ തന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല. കാരണം യുദ്ധം തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ വിത്ത്ഡ്രോയൽ ഇല്ല. സാധാരണ പറയാറുണ്ട്, യുദ്ധത്തിൽ പോയി കഴിഞ്ഞാൽ ഒരു പട്ടാളക്കാരനും, നമ്മൾ സാധാരണ ഹൃദയത്തിൽ വെടിവെച്ചിട്ട് ഞാൻ മരിച്ചു എന്ന് പറയാമല്ലോ, അല്ലേ? അങ്ങനെ പറ്റുള്ളൂ എന്നാണ്. നേരെ ഇങ്ങോട്ട് അടിച്ചിട്ടേ മരിക്കുള്ളൂ. കാരണം ഓപ്പോസിറ്റ് നിന്ന് വന്നു കഴിഞ്ഞാൽ ഓപ്പോണന്റ് ആണ് വെടിവെക്കുന്നുണ്ടെങ്കിൽ നമ്മളെ വെടിവെക്കും. ഇനി ഞാൻ ബൈ ചാൻസ് ഫോർവേഡ് പോയിട്ടുള്ള ഒരാളാണെന്ന് വിചാരിക്കുക, ഫ്രണ്ടിൽ ഉള്ള ആള്, ബാക്കിയുള്ള കൂലിക്കാരൊക്കെ പോട്ടെ, മേജർ ആയിട്ടുള്ള ഫൈറ്റേഴ്സ് ഫ്രണ്ടിൽ പോകുമ്പോ ബൈ ചാൻസ് അവിടുന്ന് പേടിച്ചിട്ട് പിന്നോട്ട് ഓടി എന്ന് പറഞ്ഞു. ഈ ഓടി വരുന്ന ആള് ശത്രുവാണോ മിത്രമാണോ എന്ന് അറിയില്ല. അപ്പൊ നമ്മുടെ പാർട്ടിക്കാരനെ അവരടിക്കും. അപ്പൊ എപ്പോ പോയാലും ഞാൻ വലിയ ധൈര്യശാലിക്ക് മാത്രമൊന്നുമല്ല, തോറ്റോടി പോകുന്നവനും ഫ്രണ്ടിൽ തന്നെ അടിക്കുക. പലപ്പോഴും അങ്ങനെയാ സംഭവിക്കാറ്. ഓക്കെ, അതുകൊണ്ട് നമ്മൾ ഇദ്ദേഹം പിന്നെ ഓപ്പോസിറ്റ് പട്ടാളക്കാരൻ്റെ തെറ്റാന്ന് പറഞ്ഞില്ല, ഒരു രക്ഷയില്ല. കൃത്യമായിട്ട് അതിന് സഞ്ജയൻ ഉത്തരം പറഞ്ഞു. അപ്പൊ ഭഗവത്ഗീത 2 ശ്ലോകത്തിൽ 1 ക്വസ്റ്റ്യൻ 1 ആൻസർ. ക്വസ്റ്റ്യൻ ഫ്രം ദ കിങ് ആൻഡ് ആൻസർ ഫ്രം ദ ഡ്രൈവർ. ഭഗവത്ഗീത തീർന്നു. ഇന്നത്തെ ക്ലാസ്സോട് കൂടി ഭഗവത്ഗീത വി ക്യാൻ ക്ലോസ് ഇറ്റ്. ഇതൊരു പുതിയ അനുഭവമാണ്. അതായത് അവിടെ എന്ത് സംഭവിക്കുകയാണ് എന്ന് ചോദിച്ചപ്പോഴത്തേക്കും അതിന്റെ ഉത്തരം എവിടെയാണോ ഭഗവാൻ ഉള്ളത്, അല്ലെ, അവിടെ ഇതാണ് എന്നുള്ളത് കൃത്യമായി. നമ്മള് PhD തീസിസ് ഒക്കെ എഴുതുമ്പോൾ നമുക്കൊരു പ്രോബ്ലം ഡെഫിനിഷൻ ആണ് ഫസ്റ്റ്, കൺക്ലൂഷൻ ആണ് ലാസ്റ്റ്. പ്രോബ്ലം ഡിഫൈൻ ചെയ്താൽ കൺക്ലൂഡ് ചെയ്യണം. ഞാനൊക്കെ PhD തീസിസ് ഇവാലുവേറ്റ് ചെയ്യുമ്പോൾ ആദ്യം നോക്കുക, ക്വസ്റ്റ്യൻ നോക്കും, കൺക്ലൂഷൻ കറക്റ്റ് ആണോ.
പിന്നെ ഒന്നും ഉള്ളിൽ വായിക്കേണ്ട കാര്യമില്ല നമ്മൾ. അപ്പൊ അങ്ങനെയാണ് നമ്മളൊക്കെ വലിയ പുസ്തകങ്ങളൊക്കെ ഇവാലുവേറ്റ് ചെയ്തിട്ട് മാർക്കിട്ട് കൊടുക്കുക. അപ്പൊ വളരെ എളുപ്പമാണ്. അപ്പൊ ഇതേ ടെക്നിക്കാണ് ഇന്നത്തെ മോസ്റ്റ് അഡ്വാൻസ്ഡ് സയന്റിഫിക് ആയിട്ട് മെത്തേഡ് ഓഫ് ഇവാലുവേറ്റിംഗ് എ PhD തീസിസ്. അപ്പൊ ഞാൻ പലരോടും പറയാറുണ്ട്, നിങ്ങൾക്ക് PhD തീസിസ് എഴുതണമെങ്കിൽ ഭഗവത്ഗീതയുടെ രൂപത്തിലാണ് എഴുതേണ്ടത്. ഒരു പ്രോബ്ലം പറഞ്ഞു, അതാണല്ലോ പ്രോബ്ലം ആണല്ലോ PhDക്ക് നമ്മൾ സബ്മിറ്റ് ചെയ്യാം. ആ പ്രോബ്ലം സാറ് വ്യക്തമാക്കി തന്നു. അതായത് ഞാൻ ആദ്യം ചോദിച്ച ചോദ്യത്തിന് സാറ് ഈ ഒരൊറ്റ ചോദ്യവും അവസാനത്തെ ഉത്തരവും കൊണ്ട് ഇത് എന്തിനാണ് പഠിക്കേണ്ടത് എന്നുള്ള ചോദ്യത്തിനും കൂടെ ഉള്ള ഒരു ഉത്തരം കൂടിയായിട്ടാണ് സാർ തന്നത്. അതായത് ഇതെങ്ങനെ ഫലിച്ചു എന്നും കൂടി അറിഞ്ഞാൽ നമ്മൾ സമാധാനമായി. അപ്പൊ അത് പറയേണ്ടത് മെന്റിയാണ്, മെന്റർ അല്ല. മെന്റർ പറയുന്നതൊക്കെ നമുക്ക് പിന്നെ നോക്കാം. തീർച്ചയായിട്ടും ഈ ഒരു ഡോക്ടറെയും പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത് ഡോക്ടർ അല്ല, പേഷ്യന്റ് ആണ്. സത്യം. പേഷ്യന്റിന്റെ മൗത്ത് നിന്നാണല്ലോ പ്രൊപ്പഗേഷൻ വരിക. നമ്മുടെ ജീവിതത്തിലും എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളതിന് ഉത്തരമാണ് അങ്ങ് തന്നത്. ഭഗവത്ഗീത വായിക്കുമ്പോൾ ഭഗവാൻ എവിടെയുണ്ടോ അവിടെയാണ് നമുക്ക് വേണ്ടതെല്ലാം ഉള്ളത് എന്നുള്ള ഒരു ഉത്തരം അങ്ങ് ഇതിൽ കൂടി തന്നു കഴിഞ്ഞു. ഭഗവത്ഗീത വായിക്കുന്നതിന്റെ, പഠിക്കുന്നതിന്റെ ഒബ്ജക്റ്റീവ് ആൻഡ് സ്കോപ്പ് ഈ ഒരൊറ്റ കൺക്ലൂഷനിൽ തന്നെ അങ്ങ് പറഞ്ഞു കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ ഇനി വരാൻ പോകുന്നതെല്ലാം നമുക്ക് വിശദീകരണം ഇല്ലാതെ തന്നെ ഒരുപക്ഷെ ഞങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാകുമെന്ന് എനിക്ക് തോന്നുന്നു. ഈസി ആയിരിക്കും അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ, അല്ലേ സാർ? ഇത് അങ്ങനെ ഒരു ലോജിക്കലായിട്ടാണ് പഠിക്കുന്നത് ഞാൻ. അപ്പൊ ലോജിക്കലായിട്ട് പോകുമ്പോൾ നമുക്ക്, ഞാൻ പറഞ്ഞല്ലോ, ഡിഡക്റ്റീവ് മെത്തേഡാണ്. ഞാൻ എഡ്യൂക്കേഷൻ സ്റ്റൈല് പഠിച്ചിട്ടുള്ള ഒരാളാണ്. അപ്പൊ അങ്ങനെ പഠിപ്പിക്കുമ്പോൾ നമുക്ക് എന്ത് പറ്റും വിചാരിച്ചാൽ, ഇത് ഇതിപ്പോ തീരാൻ കുറെ സമയം വേണമല്ലോ. ഭഗവത്ഗീത തീർന്നില്ലേ? 20 മിനിറ്റ് കൊണ്ട് തീർന്നു. ഇനി നിങ്ങൾക്ക് കുറച്ചുകൂടി സമയമുണ്ടോ? 40 മിനിറ്റ് കൊണ്ട് തീർക്കാം. ഇനി കുറച്ചുകൂടി സമയമുണ്ടോ? 60 മിനിറ്റ് കൊണ്ട് തീർക്കാം. ഇനി കുറച്ചുകൂടെ സമയമുണ്ടോ? 2 ദിവസം കൊണ്ടോ ഒരാഴ്ച കൊണ്ടോ തീർക്കാം. അപ്പൊ എപ്പോഴും തീർന്നു എന്നുള്ള തോന്നലുണ്ടാവും. അതല്ലെങ്കിൽ ഇത് വലിയൊരു എന്താണ്, ജാമ്പവാൻ കയറാൻ പറ്റാത്ത മലയാന്നൊക്കെ പറയില്ലേ? വളരെ സിമ്പിൾ ആയിട്ട് സാറ് ഇപ്പൊ തന്നെ പ്രതീക്ഷ എല്ലാവർക്കും തുടങ്ങും. കാര്യം എന്താന്ന് വെച്ചാൽ ഇത് കേൾക്കുമ്പോ തന്നെ ഭഗവാൻ ഉള്ളിടത്ത് ഇതെല്ലാം വന്നു ചേരും എന്നുള്ള ഒരൊറ്റ ഉത്തരം ആദ്യമേ അങ്ങ് തന്നു കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ ഇനി പഠിക്കുമ്പോൾ നമുക്ക് ആ ഉറപ്പോടുകൂടി, ആ കോൺഫിഡൻസോട് കൂടിയിട്ട് പഠിക്കാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ ഉറ്റുനോക്കുകയാണ് അങ്ങയുടെ അടുത്ത വിശദീകരണം. പലർക്കും ഭയമാണ്. എന്താ അറിയോ ലക്ഷ്മി, ഈ ഭഗവത്ഗീത തൊട്ട് കഴിഞ്ഞാൽ എൻ്റെ അടുത്ത് പല പേരും ചോദിച്ചിട്ടുണ്ട്, ഇത് പഠിക്കാൻ പറ്റുമോ? ഇത്ര കുറെ ശ്ലോകങ്ങളില്ല. ഞാൻ പറഞ്ഞില്ല, 2 ശ്ലോകം. സർ, ഇതേ ചോദ്യമായിട്ട് എന്റെ മകൻ പറയുകയുണ്ടായി. ഒരുപാട് പേര് വായിച്ചിട്ട് റിവ്യൂസ് ഇട്ടിരിക്കുന്ന 4 പ്രാവശ്യമൊക്കെ വായിച്ചിട്ട് മനസ്സിലാകുന്നില്ലല്ലോ എന്നാണ്. സാറ് പറഞ്ഞ അതേ കാര്യം എന്റെ മകൻ, 20 വയസ്സുള്ള എന്റെ മകൻ എന്നോട് ചോദിച്ചു. അപ്പൊ ഇതിൽ തന്നെ അങ്ങ് ഇത് പറയുമ്പോ തന്നെ ഇങ്ങനെ ഒരു ഉത്തരം കിട്ടി. കൺക്ലൂഷനിൽ തന്നെ നിങ്ങൾക്കുള്ള എന്താണ് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത് എന്നൊരു ചോദ്യം ഉണ്ടാകുമ്പോൾ തന്നെ 18-ാം അധ്യായത്തിലെ അവസാനത്തെ ശ്ലോകം എടുത്താൽ അതിന് ഉത്തരമുണ്ട്. അത് തന്നെയാണ് ഉത്തരം. ഇനി അങ്ങോട്ട് നിങ്ങൾ ധൈര്യമായിട്ട് പഠിച്ചോളൂ. ഭഗവാൻ ഉള്ളിടത്ത് ഇതെല്ലാം ഉണ്ടാകും. സമാധാനവും സന്തോഷവും ശ്രീയും ഐശ്വര്യവും ധൈര്യവും വ്യക്തിത്വവും നമ്മുടെ എല്ലാ പ്രശ്നങ്ങൾക്ക് പരിഹാരവും ഉണ്ടാകും എന്നുള്ള ഒരൊറ്റ കൺക്ലൂഷനിൽ അങ്ങ് ശരിക്കും പറഞ്ഞാൽ ഞങ്ങളെ ആവേശഭരിതരാക്കി, നമ്മുടെ ഭയം മാറ്റി, പഠിക്കാനുള്ള ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാക്കി എന്ന് മാത്രമല്ല, ഭയം പൂർണ്ണമായിട്ട് ഇനി പഠിക്കാൻ സാധിക്കും എന്നുള്ളൊരു പ്രതീക്ഷ എല്ലാവർക്കും നൽകുകയാണ് ചെയ്തത്.